ഇതൊരു മാജിക് ഉരുളിയാണ് കേട്ടാ. ഇങ്ങനെ ഒച്ചയിനകത്ത് ഇങ്ങനെ വരും. എന്നിട്ടല്ല നമ്മൾ രണ്ടാളും വന്നു വെച്ചാല് നമ്മള് മുന്നേ ഒരു മത്സരം നടത്തിയിരുന്നല്ലേ സുധി? എന്ത് മത്സരമായിരുന്നു സുധി? എന്റെ മേത്ത് കുറെ ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എത്ര പവനാന്ന് പറയാന്നുള്ളത്. എന്റെ മേത്ത് ആഭരണം ഇടുക ഇവ കുറച്ച് ആഭരണം അണിഞ്ഞിരുന്നു. എന്നിട്ട് അത് എത്ര പവനാന്ന് പറയുന്നവർക്ക് നമ്മളൊരു ഡയമണ്ട് റിംഗ് അല്ലേ സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞേ. അപ്പോ അതിന്റെ നെറുക്കെടുപ്പാന്ന് ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരുപാട് ആള് തെറ്റുത്തരം പറഞ്ഞ് കുറെ ആള് ശരി ഉത്തരവും പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ അതിൽ ശരി ഉത്തരം പറഞ്ഞ കുറെ ആൾക്കാർ ഇതാ നമ്മള് ഈ ചെറിയ ഉരുളിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നെറുക്കെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മത്സരം ഉണ്ടല്ലോ 2 പ്രാവശ്യമായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേറൊന്നല്ല, ആദ്യം നമ്മൾ ചോദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് ആള് വലിയ തൂക്കാ പറഞ്ഞേ. 10 പവൻ പറഞ്ഞിട്ടുണ്ട്, 12, 20, 25 പവൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തെറ്റുത്തരാന്ന്. പിന്നെ സുധീറിൻ്റെ മേത്തിട്ട ആഭരണത്തിനെ പറ്റി ആർക്കും ഒരു ധാരണ ഇല്ലാന്ന് മനസ്സിലായി. ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞ് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എല്ലാവരും 15, 20 പവൻ എന്നല്ലാന്ന് ഉത്തരം പറഞ്ഞേ. അപ്പോൾ അതെല്ലാം തെറ്റാണ്. അവസാനം ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്തപ്പോഴത്തേത് ഒരു ക്ലൂ കൊടുത്ത്, ഏത് 10 പവനിൽ താഴേക്കാന്നുള്ളതും അത്രയ്ക്ക് അധികം തൂക്കില്ല എന്നുള്ളൊരു ക്ലൂ കൊടുത്തപ്പോൾ ഏതാണ്ട് എല്ലാവരും ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കുറച്ചധികം ആളാ ഇതിൽ എന്താ പറയണ്ടേ നെറുക്കെടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടില്ല. ഇല്ലെങ്കിൽ എനിക്കൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കുറച്ച് ആൾക്കാരെ ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഒരുപാട് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഉത്തരം പറയണ്ടേ ശ്രുതി? എത്ര പവനാന്നുള്ളത് കറക്റ്റ് ആൻസർ ഇതാ നമ്മളെ ശ്രുതി പറയുന്നതാണ്. 9 പവനാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഒരുപാട് ആള് പറഞ്ഞില്ലേ 15 പവൻ, 20 പവൻ, 25 എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് വെച്ചാൽ അത്രയും ലൈറ്റ് വെയിറ്റ് സാധനമാണ് ശ്രുതി എന്നാണ്. അപ്പോൾ 9 പവനാണ് ശരി ഉത്തരം. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ ആൾക്കാർ ഇതാ നമ്മുടെ ഈ ഉരുളിയിലുണ്ട്. അപ്പോൾ എടുക്കണ്ടേ ശ്രുതി? അപ്പോൾ എടുക്കൽ നീ എൻ്റെ അടുത്തൊന്നും അല്ലേ? അതിന് മുമ്പ് നമ്മൾ ഉരുളിൻ്റെ പ്രത്യേകത അറിയില്ലേ? നോക്കിയാ ഒച്ച കേട്ടെ എന്താ? ഇതൊരു മാജിക് ഉരുളിയാണ് കേട്ടാ. ഇങ്ങനെ ഒച്ചയിനകത്ത് ഇങ്ങനെ വരുവേ. അപ്പോൾ നമ്മൾ ഈ മാജിക് ഉരുളിയിൽ നിന്നാണ് നമ്മൾ നെറുക്കെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ ഭാഗ്യവാന നമ്മളെ ശ്രുതി തന്നെ നെറുക്കെടുക്കുന്നുണ്ട്. കണ്ണിയും എടുത്തോളൂ ശ്രുതി. അപ്പോൾ കണ്ണ് ചിമ്മിയിട്ട് ശ്രുതി എടുക്കുന്നതാണ്. എന്നാൽ പിന്നെ എടുത്തോ. അപ്പോൾ ഇതാ നമ്മളെ ഭാഗ്യവാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാഗ്യവാന്റെ പേര് ഇപ്പം തന്നെ പറയുന്നതാണ് പ്രേംദാസ് മേലേപ്പുരയിലാണ് നമ്മളെ ഭാഗ്യവാൻ. ഡയമണ്ട് റിങ്ങിന് അർഹനായ ആള്, ശരിയായ ഭാഗ്യവാൻ. ഇത്രയും നാൾ ഒരുപാട് ആള് കാത്തുന്ന ഒരു മത്സരം ഇരുന്നത്. ഇവരുടെ സ്ഥലം എവിടെയാന്ന് ഒന്നും അറിയില്ല കേട്ടാ. നമ്മള് അവരെ ഡീറ്റെയിൽ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവരെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുമല്ലോ, വേണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഡയമണ്ട് റിംഗ് ആണ്. ഏതായാലും വലിയ തൂക്കത്തിന്റെ ഡയമണ്ട് റിംഗ് ഒന്നും ആയിരിക്കില്ല, ചെറിയ തൂക്കത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് റിംഗ് ആണ് നമ്മൾ എന്തായാലും ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നെറുക്കെടുപ്പിന് ഒരുപാട് ആൾ കുറേ നാൾ കാത്തുന്നേ. അതിനോട് കുറേ ആളെങ്കിലും മെസ്സേജ് ചോദിച്ചു ഡയമണ്ട് റിംഗ് എപ്പോൾ കൊടുക്കാൻ ചോദിച്ചിട്ടേ. വേറൊന്നല്ല, ശ്രുതി മാഡത്തിന് സമയമുണ്ടായിട്ടില്ല. ഇവളെ വിളിക്കുമ്പോൾ ഇവളെ പറയും രാവിലെ വരെ പറയും, പിന്നെ പറയും ഉച്ചയ്ക്ക് വരെ പറയും, പിന്നെ നാളെ വരാൻ പറയും. അങ്ങനെ എനിക്ക് വന്ന് എത്രയായി? 1 മാസമായിരുന്നു അല്ലേ? 1 മാസമായിട്ട് ഇവളിട്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട് അവസാനം ഇന്ന് ഞാൻ പൊക്കിക്കൊണ്ടുവന്നതാണ്. ഞാൻ പറയും നെറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് അതിന് ബാക്കി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ആളെ കൊണ്ടുവന്നത്. ഏതായാലും നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു മത്സരം ഇപ്പം നടത്തുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ക്യാപ്ഷൻ വൃത്തിക്ക് പറയുന്നക്ക് ഇതുപോലെ ഡയമണ്ട് റിങ്ങിനെ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള. പിന്നെ വേറെയും കുറച്ച് സമ്മാനമുണ്ട്. നമ്മളെ പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള മത്സരം അതാണല്ലേ. നമ്മളെ ക്യാപ്ഷൻ വൃത്തിക്ക് പറയാം. നമ്മളെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സ്ഥിതി വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും. ഇത് നല്ല വൃത്തിക്ക് ഏറ്റവും ടോപ്പായിട്ട് പറയുന്നവർക്കാണ് അടുത്ത ഡയമണ്ട് റിംഗ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ക്യാപ്ഷൻ ഞാൻ ഒന്നുകൂടി പറയാം. ജീസൺസ് ഗോൾ കമ്പിൽ വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വേറൊന്നല്ല, നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തിട്ട് ഇതുപോലെ സമ്മാനം കിട്ടാനുള്ള ചാൻസ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയാനുള്ള. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം അല്ലേ ശ്രുതി? അപ്പം പിന്നെ നമുക്ക് ഇത്രയും പറയാനുള്ളൂ അല്ലേ ശ്രുതി? ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.